ഇറാനിൽ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതിനെ തുടർന്ന് ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ശക്തി പ്രാപിക്കുകയാണ്. പ്രതിഷേധം പ്രക്ഷോഭമായും പിന്നീട് ഒരു കലാപമായും മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇറാനിൽ ഉള്ളത്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെയുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ എണ്ണം 7 ആയിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധം അടിച്ചമർത്താൻ സുരക്ഷാ സേന വ്യാപകമായി ശ്രമിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. ഇറാനിയൻ കറൻസിയുടെ മൂല്യത്തകർച്ച, വിലക്കയറ്റം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം. ഡിസംബർ 28-നാണ് പ്രതിഷേധം ആരംഭിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇറാൻ കറൻസിയുടെ മൂല്യം വല്ലാതെ കുറഞ്ഞു വരികയാണ്. അതോടെ ഇറക്കുമതി ചെലവുകൾ വർദ്ധിക്കുകയും പിന്നാലെ പണപ്പെരുപ്പം രൂക്ഷമാകുകയും ചെയ്തു. നിലവിൽ 40% മുകളിലാണ് ഇറാനിലെ പണപ്പെരുപ്പം. അതിനിടെ ആണവ പദ്ധതിക്കെതിരെ അമേരിക്കൻ ഉപരോധവും പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധവും പ്രാദേശിക സംഘർഷങ്ങളും എല്ലാം ചേർന്ന് ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇറാനിലെ ഏറ്റവും പ്രശസ്തമായ മൊബൈൽ ഫോൺ ബസാറിൽ നിന്നാണ് ഈ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. അവിടുത്തെ വ്യാപാരികളാണ് ആദ്യം ഈ പ്രതിഷേധം തുടങ്ങുന്നത്. വിദ്യാർത്ഥികൾ കൂടി അവർക്ക് പിന്തുണയുമായി വന്നതോടെ ആ പ്രതിഷേധം രാജ്യം ആകെ വ്യാപിക്കുകയായിരുന്നു. ഇറാനിലെ തെക്കൻ നഗരമായ ഫസയിൽ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രവിശ്യ ഗവർണറുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടിരുന്നു. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ഇറാൻ സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റസ ഫർസിൻ രാജിവെക്കുകയും ചെയ്തു. പടിഞ്ഞാറൻ ഇറാനിലെ ലോർഡഗൻ, ഖുദാഷ്, മധ്യ ഇറാനിയൻ പ്രവിശ്യയായ ഹെൻഗാവ് എന്നിവിടങ്ങളിലെല്ലാം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ സർക്കാർ രാജ്യത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും അടച്ചുപൂട്ടൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സർക്കാർ അറിയിച്ചിരുന്നു. ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായും വ്യാപാരികളുമായും നേരിട്ട് ചർച്ച നടത്തുമെന്നാണ് സർക്കാർ വക്താവ് ഫാത്തിമ മൊഹജറാനി പറഞ്ഞത്. 4 ദിവസമായി തുടർന്ന പ്രതിഷേധത്തിനിടെ പ്രതിഷേധക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റ നിരവധി പോലീസുകാരും ബസീജ് അംഗങ്ങളും ചികിത്സയിലാണ്. വെസ്റ്റേൺ ലോറസ്ഥാൻ പ്രവിശ്യയിലെ കൗദോഷ് നഗരത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്നത്. റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട പാരാമിലിറ്ററി വിഭാഗമായ ബസീജിലെ 21 വയസ്സുകാരനായ ഒരു അംഗമാണ് ഈ സംഘർഷത്തിൽ മരണപ്പെട്ടത്. പ്രക്ഷോഭകാരികളുടെ കല്ലേറിൽ 13 പോലീസുകാർക്കും ബസീജ് അംഗങ്ങൾക്കും പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഭരണാധികാരികൾക്കെതിരായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങുന്നത്. 2022-ൽ മഹ്സ അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭമായാണ് ഇതിനെ കാണുന്നത്. എന്നാൽ അന്നത്തെ അത്രയും തീവ്രത ഈ പ്രതിഷേധങ്ങൾക്ക് ഇല്ലെന്നാണ് വിലയിരുത്തുന്നത്. ഈ പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ സേന വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഫസാ നഗരത്തിൽ ഒരു സർക്കാർ കെട്ടിടത്തിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. തണുപ്പ് വല്ലാതെ കൂടിയതോടെ ഊർജ്ജം ലാഭിക്കാൻ വേണ്ടി സർക്കാർ ബുധനാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത് പ്രതിഷേധം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. പ്രക്ഷോഭം നടത്തുന്നവരുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ തന്നെ തുടരുമെന്ന് പ്രോസിക്യൂട്ടർ ജനറൽ മുഹമ്മദ് മവാഹിദി ആസാദ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ ടെഹ്റാനിലെങ്ങും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്.